പെരുമാറ്റ നിരോധന നിയമപ്രകാരം പി.സി. ജോർജിനെതിരായ സ്പീക്കറുടെ വിധി ഇന്നുണ്ടാകും. എം.എൽ.എ. സ്ഥാനം രാജിവെച്ച ജോർജ് നൽകിയ രാജിക്കത്ത് സ്വീകരിക്കാതെ അയോഗ്യനാക്കാനാണ് സാധ്യത. കൂടുതൽ വിവരങ്ങളുമായി കെ.ജി. ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, ഈ അയോഗ്യത എന്ന ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാകും നേരത്തെ തന്നെ പി.സി. ജോർജ് രാജി സമർപ്പിച്ചതൊരു ഘട്ടമുണ്ടായത്. അപ്പോൾ അത് പരിഗണിക്കാതെ നടപടിയിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്? വിവരങ്ങൾ. സൗമ്യ, പി.സി. ജോർജിനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടന്റെ പരാതിയിന്മേൽ ഇന്ന് സ്പീക്കർ എൻ ശക്തൻ വിധി പ്രഖ്യാപിക്കും. വൈകിട്ട് 4 മണിയോടുകൂടിയായിരിക്കും ഇത് സംബന്ധിച്ചുള്ള തീരുമാനം സ്പീക്കർ പ്രഖ്യാപിക്കുക എന്നാണ് അറിയുന്നത്. അതിനു മുൻപായി പി.സി. ജോർജ് ഇന്നലെ തന്നെ രാജി സമർപ്പിച്ചിരുന്നു. സ്പീക്കറുടെ ചേംബറിലെത്തി മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ തന്നെയാണ് അദ്ദേഹം രാജി സ്വന്തം കൈപ്പടയിൽ എഴുതി നൽകുകയും ചെയ്തത്. റൂൾ 169 അനുസരിച്ച് എം.എൽ.എ. സ്പീക്കർക്ക് രാജി സമർപ്പിച്ചാൽ, സ്വന്തം കൈപ്പടയിൽ എഴുതി രാജി നേരിട്ട് സമർപ്പിച്ചാൽ അത് എത്രയും വേഗം സ്വീകരിക്കുക എന്നുള്ളതാണ് നിയമ നടപടി എന്നാണ് പി.സി. ജോർജ് ഇന്നലെ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയത്. എന്നാൽ സ്പീക്കർ ഇതുവരെയും രാജി സ്വീകരിച്ചതായി പ്രഖ്യാപിച്ചിട്ടില്ല. ഒരുപക്ഷെ മാണി ഗ്രൂപ്പിന്റെ ഒരാവശ്യം പി.സി. ജോർജിനെ അയോഗ്യനാക്കണമെന്നായിരുന്നു ആവശ്യമെങ്കിലും ഇപ്പോൾ അവരുടെ ഒരു നിലപാട് അയോഗ്യനാക്കാതെ നിയമസഭയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് നിയമസഭയിൽ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി അവർ കാണുന്നുണ്ട്. അതോടുകൂടി ചീഫ് വിപ്പ് നൽകി നിയമസഭയിൽ കേരള കോൺഗ്രസിനൊപ്പം ഇരുത്താനുള്ള ഒരു നിലപാടും അവർ കൈക്കൊള്ളുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നാൽ സ്പീക്കറുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും. സ്പീക്കർ എന്തായിരിക്കും ഇക്കാര്യത്തിൽ നടപടി എടുക്കുക എന്നുള്ളതാണ് ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത്. പി.സി. ജോർജിനെ അയോഗ്യനാക്കിയാലും അദ്ദേഹത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പ്രശ്നമുണ്ടാവില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും 4 മണിയോട് ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും. സമയം